ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഒക്ടോബർ 20 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അപേക്ഷിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു അപേക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കുറച്ചുപേരൊക്കെ എക്സാമിന് അപേക്ഷിച്ചിട്ടുണ്ടാവും. അപേക്ഷിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് പല ആൾക്കാരും പലപ്പോഴായിട്ട് തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അവരത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷയിൽ നൽകേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരെന്താണോ വിത്ത് ഇനീഷ്യൽ, പല ആൾക്കാരുടെ ചിലപ്പം ഇനീഷ്യൽ ഉണ്ടാവില്ല SLC അല്ലേ, അപ്പോൾ അതെന്താണോ SSLC ആ ഒരു സർട്ടിഫിക്കറ്റിൽ എന്താണോ നിങ്ങളുടെ ഫുൾ നെയിം എന്നുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ അറിയുകയും അത് തന്നെയാണ് നിങ്ങൾ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നൽകേണ്ടതും. ഈ പേരായിരിക്കും സെറ്റ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പേരായിരിക്കും നിങ്ങളുടെ സെറ്റ് ആ ഒരു ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്നതും ഏതായിരിക്കും, ആ ഒരു നെയിം ആയിരിക്കും. പിന്നെ പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ പൂരിപ്പിക്കുക. അപ്പോൾ പരീക്ഷ എന്ന വിഷയവും പ്ലസ് ജില്ല, ഓരോ ജില്ലകൾക്കും ഓരോ കോഡുകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ജില്ലയിൽ സെന്റർ കിട്ടാതിരിക്കുകയും വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ എക്സാമിന് പോകേണ്ട ഒരു അവസ്ഥയും നിങ്ങൾക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ച ജില്ല ഏതാണോ, ഓരോ ജില്ലകൾക്കും ഓരോ കോഡുകളുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കോഡുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് മൂന്നാമത്തെ ഒരു പോയിന്റ് നോക്കാം. പരീക്ഷാർത്ഥി ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ജില്ലയിലുള്ള ഒരു സെന്ററിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതുവാൻ സാധിക്കൂ. പരീക്ഷാ കേന്ദ്രങ്ങൾ, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ജില്ലകളും അതിന്റെ കോഡുകളും ഇംഗ്ലീഷിലുള്ള ഖണ്ഡിക 10 ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, ഈ അപേക്ഷിക്കുന്ന സമയത്ത് വളരെ പ്രധാനമാണ് നിങ്ങൾ നൽകുന്ന വിഷയവും അതുപോലെ തന്നെ ജില്ലയും. അപ്പോൾ ആ ജില്ലകൾ കൊടുക്കുന്നതിനുള്ള കോഡ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനു മുൻപ്, അത് പറയുന്നതിന് മുൻപ്, നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് അല്ലെ, എക്സാമിന് മുൻപേ ഉള്ള അഡ്മിറ്റ് കാർഡ്, അതിനെക്കുറിച്ചുകൂടി ഒരു കാര്യം പറയാനുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പുള്ള ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് മേൽപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈനായി LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുക? LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് 1-2 തവണയൊക്കെ ആയിട്ട് സെറ്റ് എക്സാം ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് സെറ്റ് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ സംശയങ്ങൾ ഉണ്ടാവും. ഈ പരീക്ഷ കോഡുകളെ, ആ ഒരു ജില്ലകളുടെ കോഡുകളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഹോൾ ടിക്കറ്റ് LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ആ ജില്ലകളുടെ കോഡുകളാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ ആ ജില്ലകളുടെ കോഡുകളാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. 1, അതായത് തെക്ക് സൈഡിൽ നിന്നാണ് ജില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡ് നമ്പർ 1 തിരുവനന്തപുരം, 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ, 5 കോട്ടയം, 6 ഇടുക്കി, 7 എറണാകുളം, 8 തൃശ്ശൂർ, 9 പാലക്കാട്, 10 മലപ്പുറം, 11 കോഴിക്കോട്, 12 വയനാട്, 13 കണ്ണൂർ, 14 കാസർഗോഡ്. ഇങ്ങനെയാണ് ആ ജില്ലകളുടെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലകളുടെ കോഡാണ്, നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിച്ച ജില്ല ഏതാണോ ആ കോഡാണ് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ നൽകേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെന്റർ ലഭിക്കുകയില്ല. ഓക്കെ ആണല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഈ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ചേർക്കുന്നതിലും അതുപോലെ തന്നെ
കോഡ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഡൻസിയാണ് എക്സാം അടുത്ത് അല്ലെ, എക്സാം അടുക്കുമ്പോൾ നമുക്കൊരു പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെ. അപ്പൊ അതിലേക്ക് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിച്ചത് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ തുടങ്ങണം. സോ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ സെറ്റ് പരീക്ഷയിൽ നല്ല ഒരു വിജയ ശതമാനമുള്ള, സെറ്റ് പരീക്ഷയുടെ പെർസെൻറ്റേജ് കുറവാണെങ്കിലും നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളുടെ പെർസെൻറ്റേജ് വളരെ ഉയർന്നതാണ്. സെറ്റ് പരീക്ഷയിൽ നല്ല, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സെറ്റ് പരീക്ഷയിൽ നല്ല ഉയർന്ന ശതമാനം മാർക്കുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേത്. സോ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പഠിക്കുക എന്നുള്ളത്, അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്മാർട്ടായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനും ആ വഴിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ വിവിധ സബ്ജക്റ്റുകളിലേക്കുള്ള സെറ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് അസ്ത്ര 2.1 എന്നാണ് ഈ ഒരു ബാച്ചിന്റെ പേരെന്ന് പറയുന്നത്. സോ ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും അതുപോലെ ഈ എക്സാം അപ്ലൈ ചെയ്യുന്ന അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇത് ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.